കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭമൊക്കെ കഴിഞ്ഞു, കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് തൊഴാനായിട്ട് പോകണ്ടേ. ഇനിയിപ്പോൾ മണ്ഡലം 41 ആവാറായി. 2-3 ദിവസം കൊണ്ട് 27-ാം തീയതി മൊത്തത്തിൽ കളഭത്തിൽ ആറാടുന്ന ദിവസമാണ്. നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ എല്ലാ ദേഷ്യവും ഒക്കെ അന്ന് അലിഞ്ഞില്ലാതെയാവുന്ന, അതായത് ഭക്തരുടെ വിഷമങ്ങളൊക്കെ അവിടെ ചെന്നിട്ടേ ആ വിഗ്രഹത്തിന് ഇങ്ങനെ ചൂട് പിടിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്തിന് പരിസമാപ്തി ആവാനുള്ള ദിവസം അടുത്തുകൊണ്ടിരിക്കുകയാണ്. മണ്ഡലം 41-ൻ്റെ കളഭ അഭിഷേകത്തോട് കൂടിയിട്ടാണ് ആ ഒരു സമാപ്തിയാവുക. അപ്പോൾ അതിനുള്ള ആയി തുടങ്ങി. കാരണം നമ്മൾ ഈ പറയുന്നത് മുഴുവൻ അവിടെ കേട്ട് എത്ര ഭക്തരുടെ വിഷമങ്ങൾ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേട്ട് ഭഗവാൻ ഇങ്ങനെ ചൂട് കൂടി വരികയാണ്. ആ ചൂട് കൂടി വരുമ്പോൾ വർഷത്തിലൊരിക്കൽ ഇങ്ങനെ ഒരു കളഭത്തിൽ ആറാടിക്കുമ്പോൾ അതൊന്ന് തണുക്കും. അതാണ്. അപ്പോൾ നമുക്കങ്ങനെ ഭഗവാനെ തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ വന്ന് പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ കൊടി ഗരുഡനെയും അതേപോലെ കുചേലിനെയൊക്കെ കണ്ട് നമ്മളങ്ങനെ വന്ന് നേരെ നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിലെത്തിയിട്ട് നേരെ അവിടെ തൊഴുത് ഗണേശനെ തൊഴുത് നേരെ നമ്മൾ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അങ്ങനെ വരുമ്പോൾ കൊടിമരവും അതിന് മുന്നിലുള്ള വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും അതിന് നടുക്കുള്ള മഹാലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് നമ്മൾ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീടും ആ കിടാവിളക്കും വലതേ സൈഡിലുള്ള തൂണും ഒക്കെ കണ്ട് നമ്മളിങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട് കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. അന്ന് നോക്കുമ്പോൾ കുറച്ചൊരു വലിപ്പമുണ്ട്. ഇന്നിപ്പോൾ വെളുത്ത ആ മുണ്ടിങ്ങനെ ഉടുപ്പിച്ചിട്ടുണ്ട്. കസവിൻ്റെ അതൊക്കെ വെച്ചിട്ട് വെളുത്ത മുണ്ടാണ് കേട്ടോ. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ കുറച്ചൊരു എന്താ പറയുക, തടിയൊക്കെ ഉള്ള പോലെയാണ്. അപ്പോൾ കുറച്ച് വലിപ്പമൊക്കെ ഉണ്ട്. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ അരമണിയൊക്കെ ഇങ്ങനെ കാണാണ്ട്, പിന്നെ അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ കഴുത്തിൽ ഒരു ഇത് കാണാണ്ട്, വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല. പിന്നെ കയ്യിൽ നോക്കുമ്പോഴോ ആ വലതേ കയ്യിൽ പരശു കാണാം. ഇന്നപ്പോൾ പരശുരാമസ്വാമി ആയിട്ടാണ് കേട്ടോ. പരശു ഇങ്ങനെ ചുവളിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തിളക്കം ഇങ്ങനെ കാണുന്നു. അതേപോലെ മുകളിലേക്ക് വലത്തെ കയ്യിൽ പരശുവും ഇടത്തെ കയ്യിൽ ഒരു വില്ലും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പം ഇന്നത്തെ ഒരു കാഴ്ച. പിന്നെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ ഒരു ഭസ്മത്തിൻ്റെ കുറി പോലെ അത് കാണാണ്ട്, പിന്നെ മുകളിലേക്ക് കിരീടം ചാർത്തിയിട്ടുണ്ട്. വേഷം മാത്രമാണ്, ബാക്കിയൊക്കെ പൊന്നുണ്ണി തന്നെ. അപ്പോൾ ആ ഒരു കാഴ്ച. അതേമാതിരി പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. പിന്നെ തിരുമുടിമാലകൾ എന്താ വെച്ചാൽ ഒരു തെച്ചിപ്പൂവിൻ്റെ ഉണ്ട്, പിന്നെ തുളസിയായിട്ടുള്ള 2 തിരുമുടിമാലകളാണ്. പിന്നെ ഉണ്ടമാല എങ്ങനെ വെച്ചാൽ വെള്ള താമരയാണ്, അതിൻ്റെ കൂടെ പിന്നെ തുളസിയും അങ്ങനെ ചേർത്തിട്ടുള്ള വലിയ നല്ല തിക്കിലുള്ളൊരു ഉണ്ടമാല. ശരിക്ക് ആ കാട്ടിലേക്ക് ഉള്ള ആ ഒരു അവസ്ഥയിലാണ്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ചാർത്താണ്, നന്നായിട്ടുള്ള കളവച്ചാർത്ത്. പരശുരാമസ്വാമിയായിട്ട് നമ്മളെ ഭക്തരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അങ്ങനെ ശ്രീലകത്ത് നിൽക്കുകയാണ്. ഇന്നലെ ഇപ്പോൾ ഗുരുവായൂരപ്പനായിരുന്നു, ചതുർബാഹു ആയിരുന്നു. ഇന്ന് ഇങ്ങനെയാണ്. അപ്പോൾ എന്തായാലും വളരെ നല്ല സമയം. അപ്പോൾ നമ്മളങ്ങനെ കണ്ട് ആ ഭഗവാന്റെ ആ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്, നോക്കി തൊഴുകയാണെന്നങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. നമുക്കങ്ങനെ കണ്ടു തൊഴാം, എല്ലാം പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയും ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഗ്രില്ലിൻ്റെ അപ്പുറത്തുള്ള സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ഗണേശൻ്റെ അടുത്തേക്ക് വന്ന് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കി സരസ്വതി ദേവീനെയും കണ്ട് പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ പോകുന്ന ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ടു തൊഴാം.
മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴുത് മേൽശാന്തി അവിടുന്ന് അർച്ചന പ്രസാദവും വാങ്ങി. വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിനെയൊക്കെ കണ്ടു തൊഴുതങ്ങനെ ആനന്ദശായിയായ അനന്തപത്മനാഭനെയും ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ടു തൊഴാം. പിന്നീട് ബലരാമനെയും ഭാർഗവരാമൻ, അതായത് നമ്മുടെ പരശുരാമൻ ഒക്കെ കണ്ടു തൊഴുത് ശ്രീരാമചന്ദ്രനെയൊക്കെ കണ്ടു തൊഴാം. ശ്രീകൃഷ്ണനെയും മുരുകനെയൊക്കെ കണ്ടു തൊഴാം. അങ്ങനെ വന്ന് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ച് നേരെ ആ താമരക്കണ്ണനെ വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നമ്മൾ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നല്ല വെയിലത്ത് ആ കൊടിമരം ഇങ്ങനെ തിളങ്ങണ കാണാം. പിന്നെ ആ നൃത്താറയിലും മണിക്കിണറും അതേപോലെ കുറൂരമ്മേനെയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനം തീർത്തും വാങ്ങി നേരെ ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് ഇങ്ങനെ പോവാം. ഇപ്പോൾ ഭഗവതിക്ക് പിള്ളേർ താലപ്പൊലിയായി. ജനുവരി 5-നാണ് പിള്ളേർ താലപ്പൊലി. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അതിൻ്റെയൊക്കെ സമയമായി തുടങ്ങി. അപ്പോൾ നമുക്ക് അമ്മയെ പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അവിടുന്ന് തൊഴുത് ഇങ്ങനെ വന്ന് ആ കോർണറിലെത്തിയാൽ തിരിഞ്ഞ് നിൽക്കുക. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂർ പോയ ഒരു അനുഭവം നമുക്കുണ്ടാവും. അങ്ങനെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും നമുക്ക് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ പരശുരാമസ്വാമിയായിട്ട് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് നമസ്കരിക്കാം. പിന്നെ കൂത്തമ്പലത്തിൽ വന്നിട്ട് അവിടെ ഒന്ന് നമസ്കരിക്കാം. അത് കഴിഞ്ഞ് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേസ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ വന്ന് നേരെ വന്ന് പ്രദക്ഷിണം ചെയ്ത് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് പുറത്തേക്ക് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ അതിൻ്റെ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കാണാം. പിന്നീട് നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് ഭഗവതി നടയിലും വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെയും വന്നിട്ട് ഭഗവാനെ കാണാം. അത് കഴിഞ്ഞ് തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീ ദേവീനെയും മനസ്സിൽ സ്മരിക്കുക. ഇപ്പം നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. അതുപോലെ തന്നെ നമ്മളോട് കുറേ ആൾക്കാർ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി അവരവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ വേണ്ടി നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.